ഈ IPL സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വാർത്തയാണ് മഹേന്ദ്ര സിംഗ് ധോണിയുടെ മടങ്ങിവരവ്. സഞ്ജു സാംസൺ ആരാധകരും ഇക്കാര്യത്തിൽ ആകാംക്ഷയിലാണ്. ധോണിക്കൊപ്പം സഞ്ജു മഞ്ഞക്കുപ്പായത്തിൽ കളം നിറയുന്ന കാണാനുള്ള ആഗ്രഹത്തിലാണ് അവരുള്ളത്. സഞ്ജു ആരാധകരെയും ധോണി ആരാധകരെയും ഒരുപോലെ സന്തോഷത്തിലാക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ചെന്നൈ സൂപ്പർ കിങ്സ് മുൻ നായകനും സൂപ്പർ താരവുമായ MS ധോണി ഫിറ്റ്നസ് വീണ്ടെടുത്തു എന്ന റിപ്പോർട്ടാണ് മഞ്ഞപ്പടയ്ക്ക് കരുത്താകുന്നത്. ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഏപ്രിൽ 23-ന് വാങ്കഡെ സ്റ്റേഡിയത്തിൽ മുംബൈ ഇന്ത്യൻസിനെതിരായ പോരാട്ടത്തിൽ ധോണി മഞ്ഞക്കുപ്പായത്തിൽ ഇറങ്ങുമെന്നാണ് റിപ്പോർട്ട്. നേരത്തെ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ ശനിയാഴ്ച നടക്കുന്ന മത്സരത്തിൽ ധോണി കളിക്കാൻ സാധ്യതയുണ്ടെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. മുംബൈക്കെതിരായ മത്സരത്തിൽ ധോണി കളിക്കുമെന്ന കാര്യത്തിൽ ടീം മാനേജ്മെന്റ് ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയിട്ടില്ലെങ്കിലും പുറത്തുവരുന്ന മാധ്യമ റിപ്പോർട്ടുകൾ ധോണിയുടെ മടങ്ങിവരവ് വൈകില്ലെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ധോണിക്ക് പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുക്കാനായിട്ടില്ലെങ്കിലും ടീമിന്റെ അന്തിമ തീരുമാനമാണ് കണ്ടറിയേണ്ടത്. ഇക്കാര്യത്തിൽ ടീം മാനേജ്മെന്റിന്റെ തീരുമാനത്തെക്കാൾ ധോണിയുടെ തീരുമാനമാണ് നിർണായകമാകുക. കാലിനേറ്റ പരിക്കിനെ തുടർന്ന് ധോണി ടീമിനൊപ്പം എവേ മത്സരങ്ങൾക്കായി യാത്ര ചെയ്തിട്ടില്ല. ചെന്നൈയിൽ തുടരുന്ന കുടുംബത്തിനോടൊപ്പമാണ് ധോണി ഉള്ളത്. ഹോം മത്സരങ്ങളിൽ MA ചിദംബരം സ്റ്റേഡിയത്തിലും ധോണിയെ കാണാനാകാത്തത് വലിയ അഭ്യൂഹങ്ങൾക്ക് കാരണമായിരുന്നു. എന്നിരുന്നാലും ധോണി ടീമിന്റെ പ്രകടനങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. ഈ സീസണിലെ 3 ഹോം മത്സരങ്ങളിലും ചെപ്പോക്കിൽ നടന്ന പരിശീലന സെഷനുകളിലും ധോണി ഉണ്ടായിരുന്നു. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരായ അവസാന മത്സരത്തിൽ ധോണി കളിക്കുമെന്ന റിപ്പോർട്ടുണ്ടായിരുന്നെങ്കിലും അദ്ദേഹം കളിച്ചിരുന്നില്ല. ധോണി മടങ്ങിയെത്തുമ്പോൾ ആരെ പുറത്തിരുത്തുമെന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. 3 മത്സരങ്ങളിൽ തുടർച്ചയായി തോറ്റ ശേഷം CSK ഇപ്പോൾ വിജയ വഴിയിലേക്ക് തിരിച്ചെത്തിക്കഴിഞ്ഞു. അവസാനം കളിച്ച 2 മത്സരത്തിലും ജയിക്കാൻ CSKക്ക് സാധിച്ചു. ഈ സാഹചര്യത്തിൽ ധോണിയുടെ ടീമിലേക്കുള്ള മടങ്ങിവരവ് CSKക്ക് എത്രത്തോളം ഗുണം ചെയ്യുമെന്നാണ് കണ്ടറിയേണ്ട കാര്യം. ഓപ്പണിംഗിൽ സഞ്ജു സാംസണും ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദും കളിക്കുമ്പോൾ 3-ാം നമ്പറിൽ ആയുഷ് മാത്രയും 4-ാം നമ്പറിൽ ഡെവാൾഡ് ബ്രെവിസും 5-ാം നമ്പറിൽ സർഫറാസ് ഖാനും 6-ാം നമ്പറിൽ ശിവം ദുബെയും കളിക്കുമ്പോൾ 7-ാം നമ്പറിൽ ജാമി ഓർട്ടനും കളിക്കുന്നുണ്ട്. പേസ് ഓൾറൗണ്ടർ എന്ന നിലയിൽ ജാമി ഓർട്ടനെ പുറത്തിരുത്താൻ സാധിക്കില്ല. അങ്ങനെ വരുമ്പോൾ CSK ആരെ പുറത്തിരുത്തുമെന്നതാണ് കണ്ടറിയേണ്ട കാര്യം. നിലവിലെ സാധ്യതാ പ്രകാരം സർഫറാസ് ഖാനെയാവും CSK പുറത്തിരുത്തുക. വലിയ ഇമ്പാക്റ്റ് സൃഷ്ടിക്കാനാകുന്നില്ലെങ്കിലും മധ്യനിരയിൽ നിർണായക പ്രകടനം നടത്താൻ സർഫറാസിന് സാധിക്കുന്നുണ്ട്. ഫീൽഡർ എന്ന നിലയിലും സർഫറാസ് മികവ് പുലർത്തുന്നുമുണ്ട്. ധോണി പ്ലേയിങ് 11ലേക്ക് തിരിച്ചെത്തിയാൽ സഞ്ജു സാംസൺ വിക്കറ്റ് കീപ്പർ റോളിൽ നിന്ന് മാറിക്കൊടുക്കേണ്ടി വരും. ധോണിയുടെ സാന്നിധ്യം CSK ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദിന് വലിയ ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ്. എന്നാൽ ധോണി CSKയുടെ പ്ലേയിങ് 11ലേക്ക് എത്തുമ്പോൾ എത്രത്തോളം ബാറ്റിംഗ് മികവ് കാട്ടാൻ സാധിക്കുമെന്നതാണ് കണ്ടറിയേണ്ട കാര്യം. കഴിഞ്ഞ സീസണിലെ പോലെ ആരാധകരെ ആവശ്യത്തിലാക്കാൻ മാത്രമാണ് ധോണി കളത്തിലിറങ്ങുന്നതെങ്കിൽ അത് ടീമിന് തിരിച്ചടിയായി മാറാനാണ് സാധ്യത കൂടുതൽ. ധോണി കളിക്കാനെത്തുന്നത് ആരാധകരുടെ ആവേശം ഉയർത്തുമെന്ന കാര്യത്തിൽ ഉറപ്പുണ്ട്. എന്നാൽ ഇത് ടീമിനെ എത്രത്തോളം സ്വാധീനിക്കുമെന്നതാണ് കണ്ടറിയേണ്ട കാര്യം. CSKയുടെ ബൗളിംഗ് നിര താളം കണ്ടെത്തിയതാണ് ടീം തിരിച്ചുവരവ് നടത്താൻ കാരണമായത്. വരുന്ന മത്സരങ്ങളിലും ബൗളർമാർ ഇതേ മികവ് തുടരേണ്ടത് CSK സംബന്ധിച്ച് വളരെ നിർണായക കാര്യമാണ്. എന്തായാലും CSK വിജയം തുടരുമെന്നും ധോണി കസറുമെന്നും പ്രതീക്ഷിക്കുകയാണ് ആരാധകർ.